വൻ പരാജയമായ ഒരു മൂവിയാണ് സൂര്യയുടെ 24. അതേ സംവിധായകന്റെ മറ്റൊരു അൺറേറ്റഡ് മൂവിയാണ് 2009 റിലീസായ യാവരും നാട്. സാധാ ഹൊറർ ഫിലിമിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഉള്ളൊരു മൂഡ് ഈ സിനിമയിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു വ്യത്യസ്ത തരത്തിലുള്ള ഒരു ഹൊറർ ത്രില്ലർ മൂവീസ് കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രേക്ഷകരും തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണിത്. ഹിന്ദിയിൽ 30B എന്നും തെലുങ്കിൽ 13 പടമൂടെന്നും ഈ ചിത്രം മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മാധവൻ, നീതുചന്ദ്ര തുടങ്ങിയവരാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ. ഒരു ഫാമിലി ഡ്രാമയിൽ നിന്ന് തുടങ്ങി ഒരു ത്രില്ലർ മൂഡിലോട്ടാണ് സിനിമ പോകുന്നത്. ഓരോ സിനിമ കാണുമ്പോൾ നമുക്ക് ഓരോ ഫീലാണല്ലോ തോന്നുക. എനിക്ക് ഈ സിനിമ കണ്ടപ്പം പെട്ടെന്ന് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഒരു ജാപ്പനീസ് ഒരു ഹൊറർ ടച്ച് എനിക്ക് നല്ല രീതിയിൽ ഫീൽ ചെയ്ത്. മാധവനും ഫാമിലി പുതിയതായിട്ട് ഒരു ഫ്ലാറ്റിലേക്ക് താമസം മാറുകയാണ്. പക്ഷേ കുറെ കഴിയുമ്പോഴത്തേക്കും ആ ഫ്ലാറ്റിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് മാധവന് മനസ്സിലാകുന്നു. ഇത് എന്താണെന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് അവിടെ ഒരു TV സീരിയൽ അവൻ കാണുന്നത്. ആ TV സീരിയലിലെ എല്ലാ കാര്യങ്ങളും അവന്റെ ലൈഫിൽ സംഭവിക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലാകുന്നു. തുടർന്ന് തന്റെ സുഹൃത്തിനോട് പറയുകയും ഇതിന്റെ കാരണം അന്വേഷിച്ച് മാധവൻ പോകുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന കുറെ സംഭവ വികാസങ്ങളാണ് ഒരു ത്രില്ലർ ഹൊറർ ചിത്രമായിട്ട് നമ്മുടെ മുന്നിലേക്ക് തരുന്നത്.